വാസുദേവായ നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുതിരയേ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഇപ്പോൾ വളരെ പോപ്പുലറായിട്ട് ഒരു സിനിമ, ഇന്ന് നമുക്ക് ഭഗവത്ഗീത വിഷയമല്ല, സിനിമ വിഷയമാണ്. ആടുജീവിതം എന്ന ഒരു സിനിമ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അതൊരു സിനിമയാണ്. പക്ഷേ ഭാഗവതത്തിൽ ഒരു കഥാപാത്രം യഥാർത്ഥത്തിൽ ആടിൻ്റെ ജീവിതം നയിച്ചു. ആരാണത്? ആൻസർ അറിയാമെങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഒരാൾ ആടായി ജീവിച്ചു. അപ്പം ഇന്ന് നമ്മുടെ വിഷയം ആട് ജീവിതമാണ്. ദക്ഷപ്രജാപതി ഒരാൾ മാത്രമേ ആൻസർ പറഞ്ഞുള്ളൂ. ഓക്കെ, 2 പേര് 3 പേര് 4, ഇപ്പം എല്ലാവർക്കും പിടികിട്ടി. ഓക്കെ, ദക്ഷപ്രജാപതിയുടെ ജീവിതം ശ്രീമദ് ഭാഗവതത്തിൽ ആൾക്ക് ശരിക്കും അദ്ദേഹത്തിൻ്റെ ദേവൻ്റെ തേജസ്വിയായ ആ ഒരു മുഖം നഷ്ടപ്പെട്ട് ആടിൻ്റെ മുഖം സ്വീകരിക്കേണ്ടി വന്നു. എന്താണ് അങ്ങനെ സംഭവിക്കാൻ കാരണം? കാരണം ഈ സിനിമയിൽ ആ കഥാപാത്രം ഞാൻ കണ്ടിട്ടില്ല, കഥ കേട്ടതാണ്. വളരെ ദയനീയമായ ഒരു ജീവിതം നയിക്കുന്നതാണ്. അത്ര കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു ജീവിതം. ഇവിടെ ദക്ഷപ്രജാപതിക്കും തൻ്റെ സ്വന്തം തല നഷ്ടപ്പെട്ട് ആടിൻ്റെ ഈ ദക്ഷപ്രജാപതി നേരത്തെ ആരായിരുന്നു? തേജസ്വിയായ ഒരു പ്രജാപതി. പ്രജാപതി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ മക്കളായി ഇവരെല്ലാം ഭൂമിയിൽ പ്രജകളെ, അതായത് ആദ്യം ദൈവം ഗ്രഹങ്ങളെ സൃഷ്ടിച്ചു. ആദ്യം 24 കണികങ്ങളെ സൃഷ്ടിച്ചു, പിന്നെ ഗ്രഹസംവിധാനങ്ങളെ സൃഷ്ടിച്ചു, പിന്നെ ഗ്രഹങ്ങളെ സൃഷ്ടിച്ചു, പിന്നെ പർവ്വതങ്ങൾ, നദികൾ, ഇങ്ങനെ ഓരോന്ന്, നക്ഷത്രങ്ങൾ, ഇതെല്ലാം സൃഷ്ടിച്ചു. ജീവജാലങ്ങളെ സൃഷ്ടിക്കുമ്പോൾ അതിനൊരു കാരണം, ഒരാൾ വേണം. അദ്ദേഹം ഭൂമിയിലും ഗ്രഹങ്ങളിലും വന്നിട്ട് വേണം ഈ പ്രജകളെ വർദ്ധിപ്പിക്കാൻ. അതൊരു സേവനമാണ്. ഇന്ന് നമ്മുടെ സർക്കാർ എന്താ പറയുന്നത്? 2 കുട്ടികൾക്ക് മേലെ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചാൽ രാജ്യദ്രോഹം എന്നാ പറയുന്നത്. പണ്ട് നാം 2 നമുക്ക് 2, പിന്നെ നാം 2 നമുക്ക് 1, ഇപ്പം നാം 2 നമുക്ക് എന്തിനു 1, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായി. 2 കുഞ്ഞുങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ രാജ്യദ്രോഹം. ചില രാജ്യങ്ങളിലൊക്കെ എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ആ കുടുംബത്തിന് ഇത് ചെയ്യും, കട്ട് ചെയ്യും. ഇതിപ്പോൾ രാജ്യം മാത്രമല്ല, സാധാരണ കുടുംബത്തിലുള്ളവരും 2 കുട്ടികൾ മതി, അതിന് കൂടുതൽ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷേ
സൃഷ്ടി തുടങ്ങിയ സമയത്ത് ദൈവം പ്രജാപതികളെ അയച്ചു. ഈ പ്രജാപതികളുടെ ജോലി എന്ന് പറഞ്ഞാൽ സന്താനങ്ങളെ, അതൊരു സേവനം അത്രേ. ദൈവത്തിന് നാം ചെയ്യുന്ന സേവനമാണ് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുക. അങ്ങനെ ദക്ഷപ്രജാപതി ഭാഗവതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വായിക്കുമ്പോൾ രാമായണത്തിലൊക്കെ ചിലപ്പോൾ ഒരു അത്ഭുതം തോന്നും, ചിലർക്ക് വിശ്വാസവും ഉണ്ടാവില്ല, തമാശയായിട്ടൊക്കെ തോന്നും. എന്താണ്? രാജാവിന് 1000 കുട്ടികൾ, ഒരു രാജാവിന് 100 മക്കൾ, ഇനിയൊരു രാജാവിന് 1000 ഭാര്യമാർ. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ചിരി തോന്നും. ചിലർ പറയും ഇതൊക്കെ വെറുതെ ഒരു കെട്ടുകഥയാ. എന്തുകൊണ്ടാണ് അത് കെട്ടുകഥ എന്ന് പറയണത്? ഇവിടെ ഒരു ഭർത്താവ് ഒരു ഭാര്യയെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ഭാര്യ ഒരു ഭർത്താവിനെ നയിക്കുന്നതേ ഭയങ്കര പാടാണ്. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. 1000 ഒക്കെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് എന്ത് പറയുന്നു? അങ്ങനെ ഇല്ല എന്ന് പറയും. പക്ഷേ ഇന്നും എത്രയോ ജീവവർഗങ്ങളുണ്ട്. എലി ഒരേ സമയത്ത് 20 കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ചില മത്സ്യങ്ങൾ 100 കുട്ടികളെ പ്രസവിക്കും. പാമ്പ് 100 കണക്കിൽ കുട്ടികളെ പ്രസവിക്കും. അതൊക്കെ ഇപ്പോഴും ഉണ്ട്, അതെല്ലാം ഉണ്ട്. എല്ലാ സൃഷ്ടിയിലും പല ടൈപ്പിലുണ്ട്. അപ്പോൾ പ്രജാപതികൾ, ദക്ഷപ്രജാപതിക്ക് 1000, ആദ്യം 1000 പുത്രന്മാർ, രണ്ടാമത്തത് 1000 10,000 പുത്രന്മാർ. ഇതൊക്കെ പ്രജാപതികൾ. ഇത് ഒരു സേവനം. ഭഗവാൻ പ്രജകളെ കൊണ്ട് ഗ്രഹസംവിധാനങ്ങളെ നിറയ്ക്കുക എന്നുള്ളൊരു സേവനം, അത് ദക്ഷപ്രജാപതി ഏറ്റെടുത്തു. പിന്നെ ഇവരിത് വെറുതെ ചെയ്യില്ല. ഇന്നത്തെ ഭൗതിക ലോകത്തിലുണ്ടാകുന്ന കാമാസക്തി മൂത്ത് അങ്ങനെയല്ല വരുന്നത്. അതിനുവേണ്ടി അവർ തപസ്യ ചെയ്യും. ഇന്നും അങ്ങനെ ഉണ്ട്. വൈഷ്ണവ സമ്പ്രദായങ്ങളിൽ, ചില ആധ്യാത്മിക സമ്പ്രദായങ്ങളിൽ അവർ സന്താന ഉൽപാദനത്തിന് മുമ്പേ ഗർഭാധാന സംസ്കാരം എന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിന് ഇന്നിന്ന ഭക്ഷണം കഴിക്കാവൂ, ഇന്ന പ്രാർത്ഥനകൾ ചെയ്യണം, നാമജപം ചെയ്യണം. അപ്പോൾ അവരുടെ ബോധം വളരെ പരിശുദ്ധമായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന പുത്രന്മാർ സൽപുത്രന്മാരായിരിക്കും എന്നൊക്കെ ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രജാപതികൾ അതികഠിനമായ തപസ്യകൾ അനുഷ്ഠിച്ച് ആ പഞ്ച ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പൂർണ്ണമായും അവരെ നിയന്ത്രണത്തിൽ വെച്ചുകൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെയല്ല. രാവിലെ തൊട്ട് തീരുമാനം, ഇന്ന് എൻ്റെ തീരുമാനം അതായിരുന്നു. എന്താണ്? ഇന്ന് അരി ആഹാരം ഒരു ദിവസം പഴങ്ങൾ മാത്രം കഴിക്കുക, അരിയാഹാരം കഴിക്കാനേ പാടില്ല. രാവിലെ കഴിച്ചില്ല, ഉച്ചയ്ക്ക് കഴിച്ചില്ല, പഴമൊക്കെ. വൈകുന്നേരം 6 മണിക്ക് നോക്കിയപ്പോൾ നല്ല പുലാവ്, എല്ലാ നിയന്ത്രണവും പോയി. 3 നേരത്തെയും വാരി വലിച്ച് കഴിച്ചു, പോയി. പഞ്ചേന്ദ്രിയങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലില്ല, മനസ്സും നമ്മുടെ നിയന്ത്രണത്തിലില്ല. ചിലപ്പോൾ ഈ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും. അപ്പോൾ ഈ പ്രജാപതിമാരെന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും പൂർണ്ണമായി അവരെ ശക്തമായ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ട് അങ്ങനത്തെ വ്രതമനുഷ്ഠിക്കുക. അങ്ങനെ മഹാസേവനം ചെയ്യുന്ന ഒരാളാണ് ദക്ഷപ്രജാപതി. അദ്ദേഹത്തിന് 1000 10,000 ആദ്യം 10,000 ആൺകുട്ടികളുണ്ടായി, പിന്നീടും 10,000 ആൺകുട്ടികളുണ്ടായി. ഈ ഓരോ പ്രാവശ്യം ആൺകുട്ടികളെ ഉണ്ടാക്കുമ്പോൾ നാരദ മഹർഷി ആ വഴിയെ പോകുമ്പോൾ അങ്ങ് കയറി വന്നിട്ട്, പുത്രന്മാരെ, ഇത് മൊത്തത്തിൽ മായയാണ്, ഇതെല്ലാം ഇതിൽ പെട്ട് കുടുങ്ങിയ ഇത് ഇന്ന് വെളിയിൽ വരാൻ പറ്റില്ല. ജനനമരണ ചക്രം. ഇതിപ്പോൾ ഈ നമ്മുടെ സത്സംഗത്തിൽ 200 പേരുണ്ട്. നിങ്ങളിൽ എത്ര പേരാണ് ഇതൊക്കെ നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാനും ഒരു കല്യാണമൊക്കെ കഴിക്കാതെ ഇങ്ങനെയൊക്കെ പോയാൽ മതിയായിരുന്നു, അങ്ങനെ ചിന്തിച്ചവരെത്ര പേരുണ്ട്? ആരുമില്ലേ? പലരും കാണും. ഇതൊന്നും വേണ്ടായിരുന്നു എന്നൊക്കെ ചിലർ ചിന്തിച്ച് കാണും. അപ്പോൾ ഈ ദക്ഷപ്രജാപതി 10,000 മക്കളെ ഉണ്ടാക്കുമ്പോൾ നാരദ മഹർഷി ആ വഴിയെ ചെന്നിട്ട് ഈ 10,000-നെ ഒന്ന് സംസാരിക്കും. വേണ്ട, വേണ്ട, ഒരുപാട് പേര് പറയുന്നുണ്ട് വേണം വേണം, മതി മതി മതി. അപ്പോൾ ദക്ഷപ്രജാപതിയുടെ മക്കളെ കണ്ടിട്ട് നാരദ മഹർഷി പറയും, ഇതിലൊക്കെ വെളിയിൽ വരാൻ പറ്റില്ല.
കല്യാണമായി കുടുംബങ്ങളായി പിന്നെ അവരെ നോക്കാനായിട്ട് ധനം നേടണം, ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ആ ജോലിക്ക് പോകണം, പിന്നെ മക്കൾ വളർത്തണം, നമുക്കെന്നൊരു സമയം ഉണ്ടാകില്ല എന്നും പറഞ്ഞ് കുടുംബജീവിതം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അതും ശാസ്ത്രം അനുസരിച്ചുള്ള ധാർമ്മികമായ ഒരു ജീവിതമാണ്. പക്ഷേ ബേർഡൻ ഓഫ് ലവ്, സ്നേഹഭാരമാണത്. അത് ഭാരമാണ്, പക്ഷെ സ്നേഹം കൊണ്ടുള്ളൊരു ഭാരമാണ്. ഈ സ്നെയിലില്ലേ, അത് എപ്പോഴും വീടിനെയും തോളിൽ തൂക്കിക്കൊണ്ടേ നടക്കും. എന്താ പറയുക മലയാളത്തിൽ സ്നെയിലിന്? അതിൻ്റെ വീടിനെ അത് തൂക്കിക്കൊണ്ടേ നടക്കും. എവിടെ പോയാലും അതിൻ്റെ വീടും തൂക്കിക്കൊണ്ട് നടക്കും. ഒച്ച്, കറക്റ്റ്, ഒച്ച്. അത് എവിടെ പോയാലും വീടിന്. അതേപോലെ തന്നെ നമ്മൾ 4 സെൻറ്റും 5 സെൻറ്റും വീടും തോളി തൂക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ചിന്ത എവിടെ പോയാലും എൻ്റെ വീട്, എൻ്റെ മക്കളിപ്പോൾ എന്തായിരിക്കും, അതായിരിക്കുമോ, അത് ബാങ്കിലിട്ടത് എന്താ, ഇത് തന്നെ ചിന്ത. ഒരു കണക്കിൽ ഒച്ചിനെ പോലെ നമ്മളും ചുമന്നുകൊണ്ട് നടക്കുക. അപ്പോൾ നാരദ മഹർഷി ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ആദ്യത്തെ 10,000 എണ്ണവും സന്യാസം എടുത്തങ്ങ് പോയി. ദക്ഷ പ്രജാപതിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. രണ്ടാമത്തതൊരു 10,000 പുത്രന്മാരെ ഉണ്ടാക്കി. നാരദ മഹർഷി കറക്റ്റ് വീണ്ടും വന്നു. ആ രണ്ടാമത്തെ 10,000 ഞാൻ കൊണ്ടുപോയി. ദക്ഷന് ദേഷ്യം വന്നിട്ട് മൂന്നാമത്തത് എന്ത് ചെയ്തു? പെൺമക്കളെ സൃഷ്ടിച്ചു. നാരദ മഹർഷി ആ വഴിക്ക് വന്നില്ല. അങ്ങനെ അതിൽ ഒരു മകളാണ് മഹാദേവനെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ചത്, സതി. ഈ സതി ആരാണ്? പാർവതി തന്നെയാണ്. വീണ്ടും വീണ്ടും തപസ്യ അനുഷ്ഠിച്ച് മഹാദേവനെ പോലെ പരമയോഗ്യനുള്ള ഒരു മഹാത്മാവിനെ വിവാഹം ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സതിയായി ജനിച്ചു. അങ്ങനെ സതി മഹാദേവനെ വിവാഹം കഴിച്ചു. പക്ഷേ ദക്ഷന് ഒട്ടുമേ അതിൽ സമ്മതമില്ല. കാരണം ശ്മശാനത്തിൽ കഴിയുന്ന ഒരാൾ, ശ്മശാനത്തിലുള്ള ശവങ്ങളെ ശവദാഹം ചെയ്ത ഭസ്മമെടുത്ത് പുരട്ടിക്കൊണ്ട് നടക്കുന്ന ഒരാൾ, തലയോട്ടി കഴുത്തിൽ മാലയായിട്ടിട്ട് മരവുരിയെ വസ്ത്രമായി ധരിച്ചുകൊണ്ട്, കയ്യിലു ശൂലം, ഒരു വല്ലാത്ത ഒരു രൂപമാണ്. കണ്ണുകളെല്ലാം ചുവന്ന നിറത്തിൽ. അപ്പോൾ ആ ദക്ഷന് ഇഷ്ടമേ ഇല്ല. കാരണം ദക്ഷൻ മറ്റ് പെൺമക്കളെയൊക്കെ വളരെ ഐശ്വര്യസമ്പന്നമായ ദേവന്മാർക്കാണ് വിവാഹം ചെയ്തു കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പെൺകുട്ടി ഉണ്ടെങ്കിൽ കാട്ടിൽ ചുറ്റി നടക്കുന്ന ഒരു ദിഗംബരനായ സന്യാസിക്ക് കൊടുക്കോ, അല്ല 2 IT കമ്പനിയും പണമൊക്കെ ഉള്ള അങ്ങനെ സമ്പത്തുള്ള ആൾക്ക് കൊടുക്കോ? കള്ളു കുടിക്കുമെന്ന് പറഞ്ഞാലും വല്ലപ്പോഴാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്കെന്താണ്, എത്ര കാശുണ്ട്. ദക്ഷപ്രജാപതി അതുപോലെ തന്നെ ഭഗവാന്റെ സ്വന്തം ആളായി. ദക്ഷപ്രജാപതി ബ്രഹ്മാവിൻ്റെ പുത്രൻ, നാരദ മഹർഷിയുടെ സഹോദരൻ, സാധാരണ വ്യക്തിയല്ല. ഇത്രയ്ക്കും ഉയർന്ന ഒരു വ്യക്തിയാണ് ദക്ഷപ്രജാപതി. എന്നിട്ട് പോലും മഹാദേവനെ ബാഹ്യമായി നോക്കിക്കൊണ്ട് ഈ ഒരു കാട്ടിൽ കഴിയുന്ന, ശ്മശാനത്തിൽ കഴിയുന്ന ഈ വ്യക്തിക്ക് ഞാൻ കൊടുക്കില്ല എന്ന് ശാഠ്യം പിടിച്ചു. പിന്നെ സതിയുടെ നിർബന്ധം കാരണം ആ വിവാഹം നടന്നു. ദക്ഷന് മരുമകനെ ഒട്ടുമേ ഇഷ്ടമല്ല എന്ന്. അതായത് ഒരാളുടെ ബാഹ്യമായ രൂപമോ പണമോ ആരോഗ്യമോ നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തരുത്. സാധാരണ എല്ലാവരും എങ്ങനെയാണ്? നല്ല സൗന്ദര്യമുണ്ടോ, ബാങ്കിൽ എത്ര പണമുണ്ട്, ഇതൊക്കെ നോക്കിയാണ് വിലയിരുത്തി വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അറിയാം ഒരു ദിവസം പോലും സമാധാനം ഇല്ലെന്നുള്ളത് മനസ്സിലാവും. അതായത് ഒരാളുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് അയാളുടെ ഗുണങ്ങളാണ്. ശാന്തനാണോ, കാര്യങ്ങൾ ആലോചിച്ച് ഗഹനമായി ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളാണോ, വാക്കുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെ സംസാരിക്കുന്ന ഒരാളാണോ, സൗമ്യമായി പെരുമാറുന്ന ഒരാളാണോ, നിരാശയും പ്രയാസവും വന്നു കഴിഞ്ഞാൽ ക്രമേണ അതിനെ മനസ്സിലാക്കി എടുത്തുചാട്ടം, ഇതൊക്കെയാണ് റിയൽ സമ്പത്ത്. കാരണം ഈ ഓരോ സ്വഭാവവും
കോടിക്കണക്കിലുള്ള രൂപയെക്കാളും വില ഉള്ളതാണ് ഈ ഓരോ സ്വഭാവം. കാരണം നിങ്ങളതിനെ ഭൗതികമായി നോക്കിക്കഴിഞ്ഞാൽ തന്നെ മതി. മദ്യപിക്കില്ല, പുകവലിക്കില്ല, മിതമായ ക്രമമായ ഭക്ഷണക്രമമുണ്ട് ആൾക്ക്, നല്ല നാമജപ യോഗയൊക്കെ ഉണ്ട്, മതി. ആശുപത്രിക്ക് പോകണ്ട. ആശുപത്രിക്ക് പോയില്ലെങ്കിൽ പല ലക്ഷം രൂപ ലാഭിക്കാം. അപ്പോൾ ആ ഒരു സ്വഭാവത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ വിലയുണ്ട്. എടുത്ത് ചാട്ടമില്ല, ദേഷ്യമില്ല. അപ്പം എന്തായി? കുടുംബജീവിതം സമാധാനമായി പോയി. അപ്പം ആ ഒരു സ്വഭാവത്തിന് ഒരു ഭാവി തന്നെ വിലയുണ്ട്. ഈ ഓരോ സ്വഭാവങ്ങളും കോടിക്കണക്കാന രൂപയുടെ വില ഉള്ളതാണ്. ഇത് വേണം നോക്കാൻ. പക്ഷെ ദക്ഷൻ നോക്കിയത് മഹാദേവൻ കാട്ടിൽ കഴിയുന്നു, ഒരു ഇതില്ല, അങ്ങനെയൊക്കെ നോക്കി താല്പര്യമില്ലായിരുന്നു. പക്ഷേ സതിയുടെ നിർബന്ധം കൊണ്ട് ആ വിവാഹം നടന്നു. അത് കഴിഞ്ഞ് ലോക കല്യാണാർത്ഥം മഹായാഗം നടത്തുകയാണ് ദക്ഷൻ. വലിയ ഒരു യാഗം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. പക്ഷേ എല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയ ആൾ ശിവനെ വിളിച്ചില്ല. കാരണം നല്ല സദസ്സിലൊന്നും വിളിക്കാനുള്ള യോഗ്യത വ്യക്തിക്കില്ല. ശ്മശാനത്തിൽ കഴിയുന്ന ആൾക്ക് എന്ത് സംസ്കാരമാണ് ഉള്ളത്? ക്ഷണിച്ചില്ല. എന്നിരുന്നാലും മഹാദേവൻ എല്ലാവരും പോകുന്നത് കൊണ്ട് ആ വേദിയിൽ വന്ന് ഇരുന്നു. പക്ഷേ മഹാദേവൻ ഏതവസ്ഥയിലിരുന്നാലും ആത്മനിമഗ്ന, ഇന്ദ്രിയങ്ങളും മനസ്സും എപ്പോഴും കൺട്രോളിലുണ്ടാവും. നമ്മളങ്ങനെയല്ല. 10 പേര് കൂടുമ്പോൾ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ നിയന്ത്രണം അങ്ങ് പോകും. തമാശയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ ആലോചിക്കും, പറയണ്ടായിരുന്നു, വഴക്കായി എന്നൊക്കെ വിചാരിക്കും. ഏതവസ്ഥയിൽ കൊണ്ടുപോയി വെച്ചാലും മഹാദേവനെ ഇന്ദ്രിയങ്ങളും മനസ്സും പൂർണ്ണ നിയന്ത്രണത്തിലുണ്ടാകും, മുഴുവനും നിയന്ത്രണത്തിലുണ്ടാകും. അപ്പം ആ വേദിയിലും ധ്യാനനിമഗ്നനായിട്ടാണ് മഹാദേവൻ ഇരുന്നത്. ദക്ഷൻ വരുന്നു. സൂര്യനെ പോലെ തേജസ്സാ ദക്ഷൻ. കാരണം ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. കഠിനമായ തപസ്യൊക്കെ ചെയ്ത ആളാണ്. ബ്രഹ്മാവിന് വേണ്ടി പല സേവനങ്ങൾ ചെയ്ത, ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്ത ആളാണ് അദ്ദേഹം. സൂര്യനെ പോലെ ജ്വലിക്കുന്നു ദക്ഷൻ തേജസ് കൊണ്ട്. ആ സദസ്സിലിരുന്ന അത്ര ദേവഗണങ്ങളും എണീറ്റ് ദക്ഷനെ തൊഴുതു. 2 പേര് മാത്രം എണീറ്റില്ല. ഒന്ന് ബ്രഹ്മാവ്, ഇനി ഒന്ന് ശിവൻ. ബ്രഹ്മാവ് എന്തുകൊണ്ട് എണീറ്റില്ല? അച്ഛനായതുകൊണ്ട്. മഹാദേവൻ എന്തുകൊണ്ട് എണീറ്റില്ല? മഹാദേവന് എണീക്കേണ്ട കാര്യമില്ല. മഹാദേവൻ പരമദൈവമാണ്. അതായത് ത്രിമൂർത്തികളിൽ ഒരാളാണ്, ജഗതീശ്വരന്മാരിൽ ഒരാളാണ്. ഭഗവാന്റെ മുമ്പല്ലാതെ മഹാദേവൻ ആരുടെ മുമ്പേലും തലകുനിയേണ്ട കാര്യമേ ഇല്ല. അപ്പം മഹാദേവൻ എന്ത് ചെയ്തു? ധ്യാനത്തിലിരുന്ന കൊണ്ട് ദക്ഷൻ വന്നത് ശ്രദ്ധിച്ചില്ല. ദക്ഷന് കണ്ടപാടെ ഇഷ്ടപ്പെട്ടില്ല. ദക്ഷൻ അങ്ങോട്ട് അഭിഷേകം തുടങ്ങി. അല്ലെങ്കിലും ഇത്തരം പാഷാണ്ടികളെയെല്ലാം ഈ സദസ്സിൽ ആരാ ക്ഷണിച്ചു വരുത്തിയത്? സംസ്കാരമില്ലാത്തവർ, ശ്മശാനത്തിൽ കഴിയുന്നവർക്ക് എന്ത് സംസ്കാരമാണ് ഉള്ളത്? മുതിർന്നവരും ആരാധ്യന്മാരെടുത്ത് എങ്ങനെ സംസാരിക്കണം, വണങ്ങണം, തൊഴണമെന്ന് ഇവർക്ക് വല്ലത് അറിയാമോ എന്നൊക്കെ അങ്ങോട്ട് തുടങ്ങി. പകുതിയിൽ വെച്ച് ദക്ഷൻ ആ സദസ്സിൽ നിന്ന് അങ്ങ് ഇറങ്ങിപ്പോയി. പക്ഷേ മഹാദേവൻ അത് കേട്ടിട്ട് താൻ കാരണം അവിടെ ഒരു പ്രശ്നം വേണ്ട എന്ന് വിചാരിച്ചിട്ട് മഹാദേവനും പതുക്കെ പോയി. മഹാദേവൻ ദക്ഷനും പോയതിന് ശേഷം അനുയായികൾ അങ്ങോട്ട് തുടങ്ങി. ഇത് പലപ്പോഴും ഉള്ളതാണ്. നേതാക്കന്മാർ പോയാലേ അനുയായികൾ വിടില്ല. ശിവൻ്റെ ഭൂതഗണങ്ങളും ദക്ഷൻ്റെ ബ്രാഹ്മണ അനുയായികളും തമ്മിൽ വഴക്ക് തുടങ്ങി. ഉടനെ ശിവഭൂതഗണങ്ങൾ ബ്രാഹ്മണരെ നോക്കി പറഞ്ഞു, അല്ലെങ്കിലും നിങ്ങളുടെ നാഥനെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ഉടനെ ബ്രാഹ്മണർ, ഭൃഗു മഹർഷി, മറ്റുള്ളവരും പറഞ്ഞു, നിങ്ങളെപ്പോലെ ഭൂതപ്രേത പിശാചുകളെ ഈ സദസ്സിൽ കയറ്റിയത് തന്നെ തെറ്റാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 1 പറഞ്ഞ് 2 പറഞ്ഞ്. ഇതൊക്കെ നമുക്ക് നല്ല അനുഭവമുള്ള കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഇതൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ. പറഞ്ഞ് വാക്കുകൊണ്ട് തോറ്റു കൊടുക്കാൻ പറ്റില്ല. നമ്മളെക്കുറിച്ച് 1 പറഞ്ഞാൽ നമ്മൾ 2 പറഞ്ഞിരിക്കണം. അപ്പോഴേ നമുക്ക് വന്നിട്ട് വലിയ അവാർഡ്, കപ്പൊക്കെ കിട്ടുള്ളൂ. തോറ്റു കൊടുക്കില്ല നമ്മൾ. അപ്പം തിരിച്ച് പറയും.
അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞ് രണ്ടും കൂടെ അവസാനം എന്ത് ചെയ്തു? ശിവഭൂതഗണങ്ങൾ ബ്രാഹ്മണരെ ശപിച്ചു. നിങ്ങൾ കലികാലത്തിൽ പൂജകൾ ചെയ്യും, ആചാരം ചെയ്യും, അനുഷ്ഠാനം ചെയ്യും, പലതരത്തിലുള്ള മന്ത്രതന്ത്ര യന്ത്ര പൂജകളെല്ലാം ചെയ്യും, വേദ ആഗമം വേദങ്ങളെല്ലാം ശരിക്കും പാലിക്കുക, എല്ലാം ചെയ്യും. ദൈവം ആരെന്ന് നിങ്ങൾക്കറിയില്ല. വേദാന്തം, വേദത്തിൻ്റെ ലക്ഷ്യം ഈശ്വരനാണ്. വേദാന്തകൃത് വേദവിത്ത് ഏവച അഹം. ആ കൃഷ്ണനെ നിങ്ങൾക്ക് അറിയാണ്ട പോകും. കൃഷ്ണനെ നിങ്ങൾ സാധാരണ ഒരു ദേവനായിട്ട് കരുതും എന്നൊക്കെ ശിവഭൂതഗണങ്ങൾ ബ്രാഹ്മണരെ ശപിച്ചു. ബ്രാഹ്മണരെന്ത് ചെയ്തു? അവരും വെറുതെ വിട്ടില്ല. നിങ്ങളെല്ലാം കലികാലത്ത് ശിവനെ പൂജിച്ച് സ്വയം ശിവമാകും എന്ന് തെറ്റിദ്ധരിക്കും. ശിവോഹം ശിവോഹം, ഞാൻ ശിവം ഞാൻ ശിവം എന്ന് തെറ്റിദ്ധരിക്കും. രണ്ട് കൂട്ടരെ അങ്ങോട്ടും ഇങ്ങോട്ടും ശപിച്ചു. ഈ ശാപം ഇന്നും നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് പോയി. ഈ യാഗം മൊത്തത്തിൽ കുളമായതുകൊണ്ട് ദക്ഷൻ രണ്ടാമത്തെ ഒരു യാഗം നടത്തി, രണ്ടാമത്തെ ഒരു ഇത് നടത്തി. അതിൽ മനഃപൂർവ്വം മഹാദേവനെ ക്ഷണിച്ചില്ല. മഹാദേവനും പോണ്ട എന്ന് വിചാരിച്ച് മാറിയിരുന്നു. പക്ഷേ സതിക്ക് ഒന്ന് പോകണം എന്നൊരാഗ്രഹം. കാരണം രാവിലെ നോക്കിയപ്പോൾ സഹോദരിമാരെല്ലാം നല്ല മനോഹരമായ വസ്ത്രങ്ങളും അണിഞ്ഞ് അവരെ ഭർത്താക്കന്മാരോടൊപ്പം നല്ല നല്ല വിമാനങ്ങളിൽ കൂടെ ദക്ഷയാഗ സ്ഥലത്ത് പോവാം. സതിക്ക് പ്രത്യേകിച്ച് അവിടെ പോകണമെന്നില്ല, എന്നാൽ കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. മഹാദേവൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ പോയിക്കോട്ടെ? മഹാദേവൻ പറഞ്ഞു, വേണ്ട. അല്ല, എൻ്റെ സഹോദരിമാരെല്ലാം പോകുന്നു, അവരെയൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായി, എൻ്റെ അമ്മയെ കാണാം, സഹോദരിയെ കാണാൻ, ഞാൻ പോയിക്കോട്ടെ? മഹാദേവൻ പറഞ്ഞു, വേണ്ട. ഇല്ല, ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, എന്തിനാണ് അങ്ങയെ യജ്ഞത്തിൽ വിളിക്കാത്തത്, ക്ഷണിക്കാത്തതെന്ന്, അങ്ങയ്ക്ക് യജ്ഞവിഹിതം എന്താ തരാത്തതെന്ന് ഞാൻ ചോദിക്കും. അതിനു വേണ്ടിയാണ് ഞാൻ പോകുന്നത്, എനിക്ക് വേണ്ടിയല്ല. ശിവൻ പറഞ്ഞു, വേണ്ട. സതി പറഞ്ഞു, ഞാൻ പോകും. എന്നാൽ ശരി, പോയിക്കോ. അവസാനം പോകുമെന്ന് പറഞ്ഞു. എന്നാലും മഹാദേവൻ അറിയാം അവിടെ ചെന്ന് അല്പം, കാരണം സതിദേവി പൂവിനേക്കാളും മൃദുലമായ ഒരു മനസ്സുള്ള വ്യക്തിയാണ്. ആരെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിച്ചാൽ എൻ്റെ അർദ്ധാംഗിനി, എൻ്റെ പകുതി സതിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് ഭൂതപ്രേത പിശാചുക്കളെ കൂടെ വിട്ടു സെക്യൂരിറ്റി ആയിട്ട്. അവിടെ ചെന്നു. ദക്ഷൻ്റെ കോലാഹലമായ യാഗം നടക്കുന്നു. സർവത്ര ദേവീദേവഗണങ്ങളും വന്നിട്ടുണ്ട്. ബ്രഹ്മാവും ഇല്ല, ഭഗവാൻ നാരായണനും ഇല്ല, മറ്റ് സമസ്ത ദേവന്മാരും അവിടെ വന്നിട്ടുണ്ട്. ഐശ്വര്യസമ്പന്നമായ യാഗം. ബ്രാഹ്മണർ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അവിടെ ദേവന്മാർ പത്നിമാരോടൊപ്പം എല്ലാവരും. അച്ഛൻ കണ്ടിട്ട് കാണാതെ പോലെ മുഖം തിരിച്ചു നിന്നു ദക്ഷൻ. വല്ലാത്ത വിഷമം ഉണ്ടായി സതിക്ക്. സഹോദരിമാരൊക്കെ കണ്ടു, പക്ഷെ അച്ഛനെ ഭയന്ന് ആരും വന്ന് സംസാരിച്ചില്ല. അവിടെ നോക്കിയപ്പോൾ എല്ലാ ദേവഗണങ്ങൾക്കും യജ്ഞവിഹിതമുണ്ട്, അവർക്ക് സ്ഥാനമുണ്ട്, അവർക്ക് പൂജകളുണ്ട്, എല്ലാം. മഹാദേവന് മാത്രം അവിടെ സ്ഥാനമില്ല. സതിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാതെ, ത്രിമൂർത്തികളിൽ മഹാദേവനെ ക്ഷണിക്കാതെ ഈ യാഗം കൊണ്ട് എന്ത് ഫലം നേടാനാണ്? ദക്ഷൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നീ മൂർഖനാണ്, നിന്റെ മകളായി ജനിച്ചതിൽ ഞാൻ ലജ്ജിക്കുന്നു. സംസ്കാരമില്ല, വേദമെല്ലാം പഠിച്ചിട്ടുണ്ട്, തപസ്യൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ യാതൊരു സംസ്കാരവും ജ്ഞാനവും ഇല്ല. മഹാദേവൻ്റെ സ്ഥാനം എന്താണെന്നറിയില്ല. എന്നിട്ട് മഹാദേവനെ യജ്ഞവിഹിതം വെച്ചില്ല. ദക്ഷൻ ദേഷ്യത്തിൽ പറഞ്ഞു, നിന്നെ ആരാ ഇവിടെ വിളിച്ചത്? നീയും ആ പാഷാണ്ടിയുടെ കൂടെ ചേർന്നിട്ട് നിനക്കും സംസ്കാരം നഷ്ടപ്പെട്ടു. എൻ്റെ മംഗളകർമ്മം നശിപ്പിക്കാനായി നീ വന്നിരിക്കുകയാണ് എന്നൊക്കെ മകളെ പറഞ്ഞപ്പോൾ സതിക്ക് സഹിക്കാൻ പറ്റാതെ, പ്രാണനേക്കാളും അധികം സ്നേഹിക്കുന്ന മഹാദേവനെ ഇത്രയും മോശമായ വാക്കുകൾ കൊണ്ട് പറഞ്ഞ് സഹിക്കാൻ പറ്റാതെ സതിദേവി അവിടെ ഇരുന്ന് ശരീരത്തിൽ ധ്യാനം കൊണ്ട് ജഠരാഗ്നിയെ വളർത്തിയ അഗ്നിക്ക് ഭസ്മമായി. ഒരു കണക്കിലൊരാത്മഹത്യ പോലെ.
ഇത് കണ്ട ഭൂതപ്രേത പിശാചുക്കളെല്ലാം പേടിച്ചു ഓടി വന്ന് മഹാദേവൻ്റെ അടുത്ത് പറഞ്ഞു. മഹാദേവൻ തൻ്റെ പ്രാണനെ പോലെ സ്നേഹിക്കുക പാർവതിയെ. കാരണം എത്രയോ എത്രയോ ജന്മങ്ങളായി സതി തപസ്യയിരുന്ന് വരുന്നത്. ദേഷ്യം കൊണ്ട് തൻ്റെ ജടാമുടി പിടിച്ച് എടുത്തു. പ്രളയമുണ്ടാകുന്ന അവസ്ഥയായിരുന്നു ഈ ഭൂമി, ഈ പ്രപഞ്ചത്തിൽ. തൻ്റെ ജടമുടി പിഴുതെടുത്ത് നിലത്തടിക്കുമ്പോൾ അവിടെ ഒരു ഭീകരമായ ഒരു സത്വം, ഒരു രൂപം, ആർക്കെങ്കിലും പേരറിയാമോ? അസുരനെ പോലെ, രാക്ഷസനെ പോലെ ഒരു രൂപമെന്നും ആ മഹാദേവൻ്റെ ജടമുടിയിൽ നിന്ന് വന്നു. ഒരു വല്ലാത്ത രൂപം, മേഘം വരെ ഉയർന്നു നിൽക്കുന്നത്, ചെമ്പ് നിറത്തിൽ മുടികളും, ഇതെല്ലാം കൂടെ. കണ്ടവരെല്ലാം പേടിച്ച് നാനാ ദിശയിലോടി. വീരഭദ്രൻ, മഹാദേവൻ്റെ ദേഷ്യം രൂപം കൊണ്ടതാ വീരഭദ്രൻ. വീരഭദ്രനെ വിളിച്ചിട്ട് പറഞ്ഞു, സതിയെ കൊന്നത്, സതിയുടെ മരണത്തിന് കാരണമായ ഒരാളെ വിടരുത്. ആ വീരഭദ്രൻ ദക്ഷയാഗത്തിൽ ചെന്നിട്ട് ഭൂതപ്രേത പിശാചുക്കളോട് ചെന്ന് സർവത്ര ബ്രാഹ്മണരെയും അടിച്ച് അവരുടെ തലമുടിയൊക്കെ പിടിച്ച് വലിച്ച് യാഗകുണ്ഡമെല്ലാം നശിപ്പിച്ച്, യജ്ഞകുണ്ഡം യാഗകുണ്ഡം ഇതെല്ലാം നശിപ്പിച്ചിട്ട്, അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എത്ര ഉയർന്ന ആളായാലും ശരി, നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള യോഗ്യത നമുക്കില്ല. അങ്ങനെ ആരെങ്കിലും നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേടിയ തപോബലം മുഴുവനും അവിടെ നഷ്ടപ്പെടും. ബ്രഹ്മാവിൻ്റെ പുത്രൻ, നാരദൻ്റെ സഹോദരൻ, എത്രയോ തപസ്യ ചെയ്ത ആൾ പ്രജാപതി, പക്ഷേ മഹാദേവനെ നിന്ദിച്ചത് കൊണ്ട് വീരഭദ്രൻ അവസാനം ദേഷ്യം വന്നിട്ട് ദക്ഷൻ്റെ തല കൊയ്തെടുത്ത് മാറ്റി. വീരഭദ്രൻ തിരിച്ചുപോയി. ദേവന്മാർക്കെല്ലാം എന്ത് ചെയ്യണമെന്നറിയില്ല. ആർക്കും തന്നെ മഹാദേവൻ്റെ അടുത്ത് പോകാൻ പേടിയായി. അങ്ങനെ അവർ ബ്രഹ്മാവിനെ സമീപിക്ക്. ബ്രഹ്മാവ് ചെന്നിട്ട് മഹാദേവനെ സമാധാനപ്പെടുത്തി. അത് കഴിഞ്ഞ് യാഗം പൂർത്തിയാക്കണം. ദക്ഷനെ കൊന്നത് ശരിയായില്ല. ദക്ഷനെ പുനർജീവിപ്പിച്ചാൽ മാത്രമേ യാഗം പൂർത്തിയാവുകയുള്ളൂ എന്നൊക്കെ ബ്രഹ്മാവ് പറഞ്ഞു വിളിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെ വെച്ചിരുന്ന ഒരു ആടിൻ്റെ തലയെടുത്ത് ദക്ഷന് വെച്ച് ദക്ഷന് ജീവൻ കൊടുത്തു തിരിച്ചു. ശരിക്കും ഒരാടിൻ്റെ ജീവിതം ജീവിച്ചത് ദക്ഷന. ഇപ്പം ദക്ഷൻ്റെ അടുത്ത് പറഞ്ഞു, നീ ചെയ്ത മഹാപാപം കാരണം ഇനി നിനക്ക് ഈ പ്രജാപതിയുടെ ജീവിതമില്ല. ഇനിയുള്ള കാലം നീ മനസ്സുകൊണ്ട് നീ ചെയ്ത പാപത്തിനെ ഓർത്ത് പശ്ചാത്തപിച്ച് ഒരു ഋഷീനെ പോലെ പരിശുദ്ധനായി ജീവിക്കണം. അപ്പോഴാ ദക്ഷൻ അവൻ ചെയ്ത തെറ്റിനെ ഓർത്ത് മഹാദേവൻ്റെ കാലിൽ വീണ്ടും വീണ്ടും വീണ് മാപ്പ് ചോദിക്കുന്നത്. എത്ര ഉയർന്ന സ്ഥലത്തിലിരുന്ന ദക്ഷൻ ഒരു ആടായി പിന്നെ ജീവിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? മഹാത്മാക്കളെ നിന്ദിച്ചതുകൊണ്ട്. നാമം ജപിക്കുന്നവരെ, ഈശ്വരനെ സേവിക്കുന്നവരെ വാക്കുകൾ കൊണ്ടോ മനസ്സുകൊണ്ട് പോലും അവരെ നിന്ദിക്കാൻ പാടില്ല. നമ്മുടെ സർവത്ര ഐശ്വര്യവും ആ ക്ഷണം നഷ്ടപ്പെടും. പക്ഷേ ദക്ഷനെ തിരിച്ചു കൊണ്ടുവന്നു. ആചാര്യന്മാർ ചോദിക്കുന്നു, എന്ന് അതുപോലെ സതിയെയും തിരിച്ചു കൊണ്ടുവന്നാൽ കഥ നല്ല മഹാദേവന് സന്തോഷം ഉണ്ടാവുമല്ലോ. പക്ഷെ മഹാദേവൻ അത് ആഗ്രഹിച്ചില്ല. ആ വിധി മാറ്റണ്ട, നഷ്ടമായി തന്നെ ഇരിക്കട്ടെ. അപ്പം നമ്മൾ ഈ ഒരു അധ്യായത്തിൽ മനസ്സിലാക്കേണ്ടത്, വളരെ വളരെ ഭക്തജനങ്ങളോട് ബഹുമാനത്തോട്, യോഗ്യതയില്ലാതെ ഭഗവാൻ നമുക്ക് തന്നതായി ആത്മീകതയും ഭക്തിയും എല്ലാം വിനയത്തോട് അതിനെ സ്വീകരിച്ച് അതിനെ മനസ്സിലാക്കി ബഹുമാനത്തോട് ഈ നാമജപം ചെയ്യുകയും ഗ്രന്ഥങ്ങൾ വായിക്കുകയും ഇതെല്ലാം ചെയ്യണം. ഇനി അടുത്ത മാസം, അതായത് മെയ് 10 തൊട്ട് ഇപ്പോൾ വന്നിട്ട് തുളസി ജലധാര നടക്കുന്ന സമയമാണ്. അതായത് വേനൽക്കാലം എല്ലാവർക്കും അറിയാം.
എനിക്ക് തന്നെ സ്ക്രീനിൽ ചിലരെ കാണാൻ വീശിയൊക്കെ ഇരിക്കുന്നു. ഭയങ്കര ചൂടാണ്. പാലക്കാടൊക്കെ പൊള്ളുന്ന ചൂടാണെന്ന് കേട്ടു. ഇപ്പോൾ തുളസി ജലധാര എന്നൊരു പരിപാടി, അതായത് ഭാരതത്തിലുള്ള എല്ലാ വൈഷ്ണവരും ക്ഷേത്രങ്ങളിലും വീടുകളിലും എന്ത് ചെയ്യുവെച്ചാൽ ഒരു തുളസി തയ്യിനെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു കലം കെട്ടി വെച്ച് അതിൽ തുളിയായിട്ട് വെള്ളം തുളസിക്ക് ജലധാര വയ്ക്കും. അതൊരു മഹാസേവനമാണ്. നിങ്ങളുടെ വീട്ടിലത്തെ മുറ്റത്തോ എവിടെയെങ്കിലൊക്കെ ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. ഒരു മൺകലത്തിലൊരു ചെറിയ തുളയിട്ട് തുളിയായിട്ട് തുളസി ജലധാര ഈ വൈശാഖ മാസത്തിൽ വലിയ ഇതാണ്. പിന്നെ മെയ് 10 തൊട്ട് മെയ് 10 അക്ഷയ തൃതീയ അന്ന് മുതൽ 21 ദിവസം ചന്ദനയാത്ര. ക്ഷേത്രങ്ങളിൽ ഭഗവാന് ചന്ദനലേപനം പുരട്ടുന്നത്, മുഖക്കാപ്പ് മുഴുക്കാപ്പ് എന്നൊക്കെ പറഞ്ഞ്, കാരണം ഈ ചൂട് കാരണം ഭഗവാനെ ചന്ദനം കൊണ്ട് പുരട്ടി. ഇത് ഭഗവാൻ തന്നെ ആവശ്യപ്പെട്ട ഒരു സേവനമാണ്. എനിക്ക് ചന്ദനം വേണം. മാധവേന്ദ്രപുരി എടുത്ത് ഭഗവാൻ പറഞ്ഞു എനിക്ക് മലേയ ചന്ദനം വേണം. ഭഗവാന് വലിയ ഇഷ്ടമാണ്. നിങ്ങൾ ഗുരുവായൂരൊക്കെ പോയാൽ കാണാറില്ല, അവിടെ ഒരു സൈഡിൽ ഇരുന്ന് ഇങ്ങനെ ആൾക്കാർ ഉരച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ. ചന്ദനം ഭഗവാന് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം. മെയ് 10 മുതൽ 20 എന്നും വെച്ച് അതിന് മുമ്പത്തെ ദിവസം ചന്ദനം കൊടുത്താൽ കുഴപ്പമാണോ? അങ്ങനെ ഒന്നുമില്ല. ചന്ദനം എന്ന് കൊടുത്താലും ഭഗവാന് ഇഷ്ടമാണ്. പക്ഷേ മെയ് 10 മുതൽ 21 വരെ ചന്ദനയാത്ര, ചന്ദനലേപനം പുരട്ടുന്ന ദിവസങ്ങളാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും കുട്ടി വിഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചന്ദനമൊക്കെ മുഖത്തൊക്കെ വയ്ക്കാം. അല്ല, ചന്ദനം നിങ്ങൾക്ക് ഇങ്ങനെ ഒരച്ച് അമ്പലങ്ങളിൽ കൊണ്ടുപോയി, കൃഷ്ണൻ്റെ അമ്പലം, നാരായണ നരസിംഹ അമ്പലമൊക്കെ അടുത്തുണ്ടെങ്കിൽ ചന്ദനമായിട്ട് ക്ഷേത്രങ്ങളിൽ കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയ ചന്ദന കഷ്ണം ഇത് വാങ്ങിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 21 ദിവസം. ഇപ്പോൾ തുളസി ജലധാര നല്ല സമയമാണ്. ഭഗവാനെ പ്രീതിപ്പെടുത്താൻ പറ്റിയ സമയവും ഭഗവാന്റെ കാരുണ്യം ലഭിക്കുന്ന ഒരു സമയവുമാണ്. അതുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം.